എത്ര ഹാപ്പി ആയിരുന്നു എൻ്റെ ജീവിതം. ഒരൊറ്റ നിമിഷം കൊണ്ട് അത് മാറി മറിഞ്ഞു. ഇവളാണ് അപർണ എന്ന അപ്പു, ഗിരിയുടെയും ശ്യാമളയുടെയും ഒരേ ഒരു മകൾ. ഗിരി കൂലിപ്പണിക്കാരനാണ്. ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പുവിൻ്റേത്. അവൾ ഡിഗ്രി 3rd ഇയർ കഴിഞ്ഞ് ജോബിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് അവളുടെ ജാതകത്തിന് ദോഷമുണ്ടെന്നറിഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ആലോചന വന്നു. അത് അന്വേഷിച്ചപ്പോൾ കുഴപ്പമൊന്നും കണ്ടില്ല. അതുകൊണ്ട് അതങ്ങ് ഉറപ്പിച്ചു. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ വാക്കുകളാണ് അപ്പുവിനെ ചിന്തയിൽ നിന്നുണർത്തിയത്. അവൾ പേടിയോടെ തല ഉയർത്തി നോക്കി. വലിഞ്ഞ മുഖവുമായി ദേഷ്യം കടിച്ചു പിടിച്ച് തൻ്റെ അരികിൽ ഇരിക്കുന്ന ആളെ നോക്കാൻ അവൾക്ക് പേടിയായിരുന്നു. എത്ര പെട്ടെന്നാണ് കല്യാണം കഴിക്കുന്ന ചെക്കൻ വരെ മാറിയത്. എൻ്റെ ഈശ്വര, എന്ത് വിധിയാണ്! എനിക്ക് മാത്രം എന്തിനാ ദൈവമേ എപ്പോഴും വേദനകൾ തരുന്നത്? ആ നിമിഷം അവൾ മനസ്സിലായി ഓർത്തു. അപ്പുവിനെ കണ്ടെത്തിയ ചെക്കന് വേറെ ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നറിഞ്ഞ നിമിഷം തകർന്നു പോയിരുന്നു അവൾ. കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുമ്പോഴാണ് ആ സ്ത്രീ കുട്ടിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് വന്നത്. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ തന്നെ നിഖിലിനെ പോലീസ് കൊണ്ടുപോയി. ഗിരിയും ശ്യാമളയും തകർന്ന് എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന നിമിഷം ഇപ്പോൾ കുറച്ച് സമയം മുന്നേ കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് അപ്പുവിൻ്റെ അമ്മയുടെ ഉറ്റ സുഹൃത്ത് മല്ലിക മുന്നിലേക്ക് വന്നു പറഞ്ഞത് അവരുടെ മകൻ അപർണയെ വിവാഹം കഴിക്കുമെന്ന്. ഇത് കേട്ട അപർണയും അവരുടെ മകനായ ശ്യാംജിത്തും ഞെട്ടിത്തരിച്ച് അവരെ നോക്കി. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. അമ്മേ! പെട്ടെന്ന് കിട്ടിയ ബോധത്തിൽ അവൻ ഉച്ചത്തിൽ വിളിച്ചു. മോനെ, അമ്മ പറയുന്നത് കേൾക്കടാ. ഇത്രയും കാലമായിട്ടും ഈ അമ്മ മോനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അമ്മ ചോദിക്കുക, എൻ്റെ മോന് സമ്മതിക്കില്ലേ അമ്മയുടെ ഈ ആഗ്രഹത്തിന്? ശ്യാമിൻ്റെ അമ്മ അവനോട് കെഞ്ചി. അമ്മേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോനെ, എനിക്ക് ആദ്യമേ അപ്പുമോളെ എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു. എന്നാ ഇപ്പോൾ അതിനു പറ്റിയ സമയമാണ്. സമ്മതിക്കു മോനെ, ശ്യാമിൻ്റെ അമ്മ വൈശാലി അവനോട് പറഞ്ഞു. പിന്നെ അവനൊന്നും ചിന്തിക്കാതെ സമ്മതിച്ചു. ഇവനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരും അവർക്കില്ല. ശ്യാമിൻ്റെ അച്ഛൻ അവൻക്ക് 6 വയസ്സുള്ളപ്പോഴേ ഒരു പനി ബാധിച്ച് മരിച്ചു. അച്ഛൻ പോയതിൽ പിന്നെ അവനെ അമ്മയാണ് നോക്കിയത്. അവൻ്റെ അച്ഛനും അമ്മയും പ്രണയവിവാഹമായതുകൊണ്ട് ഫാമിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. വൈശാലി വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് അവനെ പഠിപ്പിച്ചതൊക്കെ. എന്നാൽ ഇപ്പോൾ അവർക്ക് ആവശ്യത്തിലധികം പൈസയുണ്ട്. ശ്യാം നന്നായി പഠിച്ച് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കോളേജും ഒരു ഓഫീസുമുണ്ട്. അവൻ്റെ അമ്മയെ വേദനിപ്പിച്ചൊന്നും അവൻ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൻ അപർണയുടെ കഴുത്തിൽ താലി കെട്ടി. അപ്പോഴെല്ലാം ശ്യാമിൻ്റെ മുഖം വലിഞ്ഞു മുറുകി തന്നെയായിരുന്നു. അത് അപർണ ശ്രദ്ധിക്കുകയും ചെയ്തു. അവൾക്കെന്തോ വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ മറ്റുള്ളവർക്കെല്ലാവർക്കും സന്തോഷമായി. എന്നാൽ അപ്പുവിന് വല്ലാത്തൊരു ടെൻഷനുണ്ട്. എന്നാലും അവൾ പിടിച്ചു നിന്നു. വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അപ്പു നന്നായിട്ട് കരഞ്ഞിരുന്നു. അവർ ആ നിമിഷം അവളെ സമാധാനിപ്പിച്ചു. വൈശാലി വന്ന് അവളെ കാറിൽ കയറ്റി. വൈശാലിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരുടെ കൂടെ കാറിൽ കയറി. ശ്യാം ആരോടും ഒന്നും പറയാതെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അവൻ ആ സമയം അത്രയും കരുപ്പിലായിരുന്നു. പിന്നെ അവനൊന്നും നോക്കിയില്ല. സ്പീഡിൽ തന്നെ കാറെടുത്ത് പറപ്പിച്ചു വിട്ടു. കാർ പോയതും ഗിരിക്ക് വല്ലാത്ത വേദന തോന്നി. ഡി ശ്യാമളെ, നമ്മുടെ മോളെ ശ്യാമോന് വേദനിപ്പിക്കുമോ? എൻ്റെ ഗിരിയേട്ടാ, ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ആ വീട്ടിൽ വൈഷു ഇല്ലേ, അവൾ നോക്കിക്കോളും ഇനി മോളുടെ കാര്യം. അവൾക്ക് നമ്മുടെ മോളെ ആദ്യമേ ഇഷ്ടമായിരുന്നു. പക്ഷേ അവർ വലിയ ആൾക്കാരല്ലേ, അതാ ഞാൻ അന്ന് അവളോട് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മോള് ശ്യാമോന് വേണ്ടി ജനിച്ചവളാ. അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അപ്പുമോളെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. അതും പറഞ്ഞു ശ്യാമള അവിടെ നിന്നും പോയി. അത് കേട്ടപ്പോൾ ഗിരിക്കും കുറച്ച് സമാധാനമായിരുന്നു. ഇതേ സമയം ശ്യാമിൻ്റെ കാല് ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടിരുന്നു. അവൻ്റെ ദേഷ്യം എന്നിട്ടും അടങ്ങിയിരുന്നില്ല. വീട്ടിൽ അവരെ ഇറക്കിവിട്ട് അവൻ കാറും എടുത്തു പോയി. ഈ ചെക്കൻ്റെ ഒരു കാര്യം! അതും പറഞ്ഞ് വൈഷു അകത്തേക്ക് കയറി. അപ്പുവിനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് നിലവിളക്കുമായി വന്ന് അവളെ അകത്തേക്ക് കയറ്റി ആ വീടിൻ്റെ മരുമകളാക്കി. വൈഷുവിൻ്റെ മോളായി. നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു അവൾ. ഈ താലി എൻ്റെ മരണം വരെ ഉണ്ടായിരിക്കണേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത ലഭിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. അവൾക്കായിട്ട് ഡ്രസ്സില്ലാഞ്ഞിട്ട് വൈഷുവിൻ്റെ ഒരു സാരിയാണ് ഉടുത്തത്. നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാട്ടോ മോളെ, വൈഷു അപ്പുവിനോടായി പറഞ്ഞു. അതിനവളൊന്ന് പുഞ്ചിരിച്ചു.
പിന്നെ അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു. അപ്പു വൈഷുവുമായി പെട്ടെന്ന് ഇണങ്ങി. മോളെ, അവന് കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. പാവാണെൻ്റെ മോന്. മോളെ സ്നേഹിക്കാൻ അവനെക്കൊണ്ട് കഴിയും. അവൻ്റെ ദേഷ്യം ഇല്ലാതാക്കാനും മോളെക്കൊണ്ട് കഴിയും. ഒരു പുഞ്ചിരിയോടെ വൈഷു അപ്പുവിനോടായി പറഞ്ഞു. നിങ്ങളുടെ മോനെ ഞാൻ കറക്കിയെടുത്തോളാം എൻ്റെ അമ്മേ. അമ്മ അതിന് ടെൻഷൻ ആവേണ്ട. അതും പറഞ്ഞ് അപ്പു വൈഷുവിൻ്റെ മടിയിൽ കിടന്നു. സംസാരിച്ച് അപ്പു മടിയിൽ കിടന്നു തന്നെ ഉറങ്ങിപ്പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ശ്യാം വന്നു. അവൻ വന്നപ്പോൾ കണ്ടത് അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന അപ്പുവിനെയാണ്. അവൻ ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു പോയി. അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു അവൾ ഉറങ്ങുന്നത് കാണാൻ. നീ എവിടെ പോയതായിരുന്നു? വൈഷു ശ്യാമിനോടായി ചോദിച്ചു. ഞാനൊരു സൈറ്റ് നോക്കാനുണ്ടായിരുന്നു അമ്മേ, അവിടെ പോയതാ. അവൻ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. അവൻ ആ നിമിഷം അവളോട് വെറുപ്പ് മറന്നുപോയി എന്ന് വേണം പറയാൻ. അപ്പു പെട്ടെന്നാണ് കണ്ണു തുറന്നത്. ആ നിമിഷം അപ്പുവിൻ്റെ കണ്ണും ശ്യാമിൽ തന്നെ ഉടക്കിയിരുന്നു. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. അപ്പു ഞെട്ടിക്കൊണ്ട് മടിയിൽ നിന്നും ചാടി എണീറ്റു. അമ്മ സോറി, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. വൈഷുവിനെ നോക്കി പേടിയോടെ അവൾ പറഞ്ഞു. അതിനെന്തിനാ മോള് സോറി പറയുന്നത്? മോൾക്ക് ക്ഷീണം കാണും, ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വൈഷു പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ട് ശ്യാമിന് ഇത്തിരി കുശുമ്പ് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ചെറുതായിട്ടുണ്ട്. അവൻ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. അവൻ രണ്ടുപേരെയും കലിപ്പിൽ നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അമ്മേ, നിങ്ങളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞിരുന്നെങ്കിൽ ഫുഡ് എടുത്തു വെക്ക്, ഞാൻ ഫ്രഷായി വരാം. പോവുന്ന പോക്കിൽ അതും വിളിച്ചു പറഞ്ഞാണ് അവൻ മുകളിലേക്ക് പോയത്. അമ്മയുടെ മോനെ തീരെ കുശുമ്പില്ലല്ലോ. ചിരിച്ചുകൊണ്ട് അപ്പു വൈഷുവിനോടായി പറഞ്ഞു. എടി ഭയങ്കരി, നീ എൻ്റെ മോനെ പറയുന്നോ? അതും പറഞ്ഞ് അവളെ അവർ കളിയായി തല്ലി. പിന്നെ അവർ രണ്ടുപേരും അടുക്കളയിൽ പോയി ഫുഡ് കൊടുന്ന് ടേബിൾ വെച്ചു. അപ്പോഴേക്കും ശ്യാമും വന്നിരുന്നു. അങ്ങനെ അവർ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പു അറിയാതെ പോലും അവൻ അപ്പുവിനെ നോക്കിയതേയില്ല. ഫുഡ് കഴിച്ച് ശ്യാമും നേരെ റൂമിലേക്ക് പോയി. അപ്പു വൈഷുവിനെ സഹായിച്ച് അടുക്കളയിൽ തന്നെ നിന്നു. അവളോട് കിടക്കാൻ പോവാൻ പറഞ്ഞിട്ടും അപ്പു അത് കേട്ടില്ല. എല്ലാം കഴിഞ്ഞ് കിടക്കാൻ സമയമായപ്പോൾ അപ്പുവിന് വല്ലാത്തൊരു ടെൻഷനും പരവേശവും വന്നു മൂടി. എന്തു ചെയ്യും എന്നറിയാതെ ഒരവസ്ഥ. എങ്ങനെയായിരിക്കും ശ്യാമിൻ്റെ പ്രതികരണം എന്ന് ഓർത്തിട്ടായിരിക്കണം. മോളെ, ഇതും കൂടെ കൊണ്ടുപോക്കോ. അതും പറഞ്ഞ് വൈഷു അവളുടെ കയ്യിൽ പാല് കൊടുത്തു. എൻ്റെ അമ്മേ, ഇതൊന്നും വേണ്ട. അമ്മയുടെ മോനെ എന്നെ വലിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുമോ എന്നാണ് എൻ്റെ പേടി. അപ്പു ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോന് പാവമാണ്. പെട്ടെന്നൊന്നും ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ കല്യാണം നടത്തിയതിൻ്റെ ദേഷ്യമാണ് അവൻക്കുള്ളത്, അല്ലാതെ ഒന്നുമില്ല. മോള് പൊക്കോ. അതും പറഞ്ഞ് വൈഷു അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. പേടിച്ച് റൂമിലേക്ക് കയറി. റൂമിലെത്തിയപ്പോൾ അവിടെ ഒന്നും അവനെ കണ്ടില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അവിടെയാണെന്ന്. പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൾ റൂം മുഴുവനായിട്ടൊന്ന് സ്കാൻ ചെയ്തു. വലിയൊരു റൂമായിരുന്നു. റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണിയുമുണ്ട്. ചുമരിൽ മുഴുവൻ അവൻ്റെ ജിം ബോഡി ഫോട്ടോസ് ആയിരുന്നു. അപ്പു അതെല്ലാം നോക്കി നിന്നു. ഫ്രഷായി ശ്യാം വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അവൻ തല തുവർത്തി നോക്കിയതും പിന്തിരിഞ്ഞു നിൽക്കുന്ന അപ്പുവിനെയാണ് കണ്ടത്. അവൻ ടവൽ നിവർത്തിയിട്ട് മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നു. ഡി, പെട്ടെന്നാണ് അവൻ വിളിച്ചത്. അപ്പു ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. എന്താടോ, മെല്ലെ വിളിച്ചാൽ മതി, എനിക്ക് ചെവി കേൾക്കാം. അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എന്താടി നീ വിളിച്ചത്? എടോ എന്നോ? നിന്റെ എത്ര വയസ്സിന് മൂത്തതടി ഞാൻ? ഇനി മേലിൽ ഇങ്ങനെയൊക്കെ വിളിച്ചാലുണ്ടല്ലോ, നിന്നെ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും. അവളുടെ മുഖത്തേക്ക് നോക്കി ശ്യാം ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. അല്ല, താനെന്താ ആദ്യരാത്രി ആഘോഷിക്കാൻ വന്നതാണോ? ശ്യാം അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അതിനനുസരിച്ച് അവൾ പുറകിലേക്ക് നടന്നു. അവസാനം ചുമരിൽ തട്ടി നിന്നതും അപ്പു തല ഉയർത്തി അവനെ നോക്കി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താണ് ഭാര്യ, ആഘോഷിക്കണ്ടേ? വശ്യമായ പുഞ്ചിരിയോടെ അവൻ അവളോടായി പറഞ്ഞു. മാറ്, എനിക്ക് പോണം. അപ്പു വിക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു. എന്നാൽ ശ്യാം അത് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? തുടങ്ങുവല്ലേ നമുക്ക്? അവൻ വശ്യമായ ഒരു ചിരിയോടെ അവളോടായി വീണ്ടും പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല, തല താഴ്ത്തി തന്നെ ഇരുന്നു. പെട്ടെന്ന് ശ്യാം അവളുടെ അരികിൽ നിന്നും മാറി. അത് കണ്ടവൾ തല ഉയർത്തി നോക്കി. വാ, എൻ്റെ കൂടെ വാ. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. പ്ലീസ്, എൻ്റെ കയ്യിൽ നിന്ന് വിട്. എന്നെ ഇഷ്ടമല്ലാത്തവർ എൻ്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്കും ഇഷ്ടമല്ല. അവനെ തള്ളിക്കൊണ്ട് അപ്പു പറഞ്ഞു. എന്നെ ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ചതല്ലേ, പിന്നെ എന്തിനാ എന്നെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അവൾ ദേഷ്യത്തോടെ ശ്യാമിനോട് ചോദിച്ചു. ഇതിനുള്ള മറുപടി നിനക്ക് തരാൻ വേണ്ടിയാണടി പുല്ലേ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്.
അവൻ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ്റെ ഈ ഒരു മുഖം കണ്ട് ഞെട്ടി നിൽക്കുവാണ് അപ്പു. കാരണം അവൻക്കവളെ ഇഷ്ടമില്ലാതെ താലി കെട്ടിയതാണ് എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. എന്താടി കുറുമ്പി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിന്നെ ഇങ്ങനെയൊന്ന് കിട്ടാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് എന്നറിയുമോ നിനക്ക്? അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞു. ഡോ വിടടോ എന്നെ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഡോ എന്ന് വിളിക്കരുതെന്ന്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പനിഷ്മെൻ്റ് തരാം. എന്താ, മതിയോ? താനൊന്ന് പോടോ. അതും പറഞ്ഞവൾ അവനിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചു. എന്നാൽ അവനൊന്ന് അനങ്ങിയതുപോലുമില്ല. അപ്പു, ദേഷ്യത്തോടെ ശ്യാം അവളെ വിളിച്ചു. ഇനി അങ്ങനെ വിളിച്ചാൽ നീ പണിഷ്മെൻ്റ് വാങ്ങേണ്ടി വരും, കേട്ടല്ലോ? അവളെ അവനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ ഇനിയും വിളിക്കും, താനൊന്ന് പോ. പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവളുടെ ഇരു അതരങ്ങളും അവൻ വായിലാക്കി നുണഞ്ഞിരുന്നു. വല്ലാത്തൊരു ആവേശത്തോടെ ഇരു അതരങ്ങളും അവൻ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അപ്പുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവനിൽ നിന്നും കുതറി മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരടി പോലും അവൻ പിന്മാറിയില്ല. അവൻ അപ്പോഴേക്കും അവളുടെ ചുണ്ടിൻ്റെ മാധുര്യത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. എത്ര നുണഞ്ഞിട്ടും മതിവരാത്ത പോലെ ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുംബനം നാവിലേക്ക് ചേക്കേറി. കുറച്ചു കഴിഞ്ഞതും അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് കണ്ട് അവൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ഇരു അതരങ്ങളിൽ നിന്നും പിന്മാറി. അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ തല ചായ്ച്ച് ശ്വാസം ആഞ്ഞു വലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശ്യാമിൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്നാണ് എന്താണ് സംഭവിച്ചത് എന്ന് അപ്പുവിന് ഓർമ്മ വന്നത്. അവനിൽ നിന്നും പെട്ടെന്ന് അവൾ അകന്നു മാറി. അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, ഇനി ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ലെങ്കിലേ എൻ്റെ കൺട്രോൾ പോയി നിൽക്കുവാ. അതും പറഞ്ഞ് ശ്യാം അവളുടെ ചുണ്ടിലെ ചോരത്തുള്ളികൾ അവൻ്റെ തള്ളവിരനിലാൽ തുടച്ചു മാറ്റി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അത് കാണി അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഹേയ് അപ്പു, താൻ എന്തിനെ കരയുന്നത്? അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ശ്യാം ചോദിച്ചു. എന്നെ ഇഷ്ടമില്ലാതെ എന്നെ എന്തിനെ ചുംബിച്ചേ? അവൾ തേങ്ങിക്കൊണ്ട് അവനോട് ചോദിച്ചു. നിന്നെ ഇഷ്ടമല്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ അപ്പു? നീ എൻ്റെ ജീവനല്ലടി. അത് കേട്ടവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. അതെ അപ്പു, നിന്നെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അത് നിനക്കറിയുമോ? നിന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ മറഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ട്. നിന്റെ മുന്നിൽ വന്നു പറയാൻ പേടി ഉണ്ടായിട്ടല്ല, പറയാതെ പ്രണയിക്കാനുമുണ്ടടി ഒരു സുഖം. പിന്നെ അന്നേ നീ എൻ്റെയാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വേറൊരു കാര്യം അറിയണ്ടേ നിനക്ക്? നിന്റെ ഈ കല്യാണം മുടക്കിയത് ഞാനാണ് പെണ്ണെ. ആ പെണ്ണിനെയും പോലീസിനെയും കൊണ്ടുവന്നതും ഞാൻ തന്നെയാണ്. ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുവാണ് അപ്പു. ഇത് അമ്മയ്ക്ക് അറിയുമോ? അവൾ വെക്കി വെക്കി അവനോട് ചോദിച്ചു. അമ്മയ്ക്ക് എല്ലാം അറിയാം, അവൻ പുഞ്ചിരിയോടെ അവളോടായി പറഞ്ഞു. അതും കൂടെ കേട്ടതും അവൾക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. വെറുതെയല്ല അമ്മ പറഞ്ഞത്, എൻ്റെ മോന് പാവമാണ്, മോളെ സ്നേഹിക്കുമെന്നൊക്കെ അവൾ മനസ്സിലായി ഓർത്തു. നീ എന്തോ ഒന്നും പറയാത്തേ? ശ്യാം പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. ഹേയ് ഒന്നുമില്ല, ഇനി ഞാൻ എന്തു പറയാൻ? താൻ തൻ്റെ ഇഷ്ടം നോക്കി എല്ലാം നടത്തിയില്ലേ? ഇനി എൻ്റെ വാക്കിന് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ. ഡി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറച്ച് ബഹുമാനിക്കണമെന്ന്. അതോ ഇനിയും വേണോ നേരത്തെ തന്നെ മധുരമായ സമ്മാനം? അവൻ വശ്യമായ ചിരിയോടെ അവളോടായി പറഞ്ഞു. അത് കേട്ട് അപ്പു പെട്ടെന്ന് അവളുടെ വാപ്പൊത്തി പിടിച്ചു. അത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നാ ഞാൻ പോയി കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതും പറഞ്ഞവൾ റൂമിലേക്ക് പോയി. അവനും അവളുടെ പുറകിൽ പോയി. എന്നാലും ജിത്തുവേട്ടനും എന്നെ ഇഷ്ടമാണോ? ഞാൻ സ്നേഹിക്കുന്നത് പോലെ ജിത്തുവേട്ടൻ എന്നെയും പ്രണയിച്ചിരുന്നു. ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ജിത്തുവേട്ടനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ വല്ലാത്തൊരു വിറയലാണ് അനുഭവപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി ഒരു അടുപ്പമുള്ളതുപോലെ എൻ്റെ ആരൊക്കെയോ ആണെന്ന തോന്നൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യ കാഴ്ചയിൽ തോന്നിയത്. കോളേജിൽ പോകുന്ന വഴിക്ക് ആരെയോ പിടിച്ച് തല്ലുന്നതാണ് ഞാൻ കണ്ടത്. ആ കാഴ്ചയിൽ തന്നെ എൻ്റെ ഹൃദയം കവർന്നവനായിരുന്നു എൻ്റെ മാത്രം ജിത്തുവേട്ടൻ. എല്ലാവരുടെയും ശ്യാമായപ്പോൾ ഞാൻ മാത്രം സ്പെഷ്യൽ ആവണമെന്ന് തോന്നി. അന്നു മുതൽ എൻ്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചതാണ് ആ മുഖവും ആ പേരും. പക്ഷേ പറയാൻ പേടിയായിരുന്നു. കാരണം അവരെല്ലാം വലിയ ആൾക്കാരല്ലേ. അപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം എന്നെ വല്ലാതെ വേട്ടയാടി. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാതിരുന്നത്. പിന്നെ എന്നെ ഇഷ്ടമാവില്ല എന്ന തോന്നലും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ജിത്തുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ നിന്നപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയിരുന്നതാണ്. പിന്നെ സാഹചര്യം ഓർത്തും ജിത്തുവേട്ടൻ എന്നെ ഇഷ്ടമല്ല എന്ന് ഓർത്തും അടങ്ങിയിരുന്നതാണ്.
എൻ്റെ ഈ പറയാത്ത പ്രണയം ഒരാളോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനഘയോട്. വേറെ ആരോടും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതോർത്ത് നിന്നപ്പോഴാണ് ശ്യാം അവളുടെ മുഖത്തിന് നേരെ മുന്നിൽ വന്ന് വിരൽ ഞൊടിച്ചത്. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താടി കള്ളിപ്പൂച്ചേ, നിന്ന് സ്വപ്നം കാണുന്നേ? എന്നെ ഓർക്കുകയായിരിക്കും അല്ലേ? അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് പോവാനൊരുങ്ങി. അങ്ങനെ അങ്ങ് പോവാതെ നിന്റെ ഇഷ്ടം കൂടെ എന്നോട് പറഞ്ഞിട്ട് പോടോ, എന്നാലല്ലേ അതിലൊരു രസമുള്ളൂ. അവൻ പറയുന്നത് കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. എനിക്ക് ആരെയും ഇഷ്ടമല്ല. അവൾ അവനെ ഒന്ന് പുച്ഛിച്ചു. കള്ളം പറയില്ല പെണ്ണെ, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. എന്നോട് നിന്റെ ഫ്രണ്ട് അനു പറഞ്ഞിരുന്നു. ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ട് അപ്പു ആകെ ചമ്മിപ്പോയി. നിനക്ക് ഞാൻ തരാടി അനഘ കൊച്ചേ. അപ്പു മനസ്സിലായി അനുവിനെ ചീത്ത പറഞ്ഞു. ഹലോ പൊന്നുമോള്, ആ പാവത്തിനെ വല്ലാണ്ടങ്ങ് പ്രാഗേണ്ട. ഞാൻ നല്ലവണ്ണം ചീത്ത പറഞ്ഞിട്ടാണ് അവൾ സത്യം പറഞ്ഞത്. ഒരു ദിവസം നീ ലീവായപ്പോൾ അവളെ ഒറ്റയ്ക്ക് കിട്ടിയിരുന്നു. അപ്പു നന്നായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാണ് അവള്. അപ്പുവിനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനവളൊന്ന് കൂർപ്പിച്ചു നോക്കി അവനെ. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? ഇവിടം വരെ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ആദ്യരാത്രി അങ്ങ് ആഘോഷിക്കാം. വശ്യമായ ചിരിയോടെ ശ്യാം അവളോടായി പറഞ്ഞു. അത് കേട്ടതും അവളുടെ ശരീരത്തിലൂടെ ഒരു കൊള്ളിയാർ മിന്നി. അവളുടെ വിറയ്ക്കുന്ന അതരങ്ങളും വേഗത്തിൽ ഉയർന്നു താഴുന്ന മാറിടങ്ങളും കാണുന്തോറും അവനിൽ മറ്റു പല വികാരങ്ങളും ഉടലെടുത്തു. അവളുടെ സാരിക്കിടയിലൂടെ കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ചിരുന്നു. നിന്റെ ഈ സ്മെല്ലുണ്ടല്ലോ പെണ്ണെ, എന്നെ കൊല്ലാതെ കൊല്ലുക. നിന്നെ മുഴുവനായിട്ടും കടിച്ചു തിന്നാൻ തോന്നുക പെണ്ണെ. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ. നിന്നെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എല്ലാ അർത്ഥത്തിലും. കാമത്തോടെയും അതിലുപരി പ്രണയത്തോടെയും ശ്യാം അവളോടായി ചോദിച്ചു. അതിന് നാണത്താൽ ചാലിച്ച ഒരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. അത് സമ്മതമാക്കി എടുത്തു അവൻ. അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ശ്യാമിൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കണ്ണുകളടച്ച് കിടന്നു. വാവേ, ഓപ്പൺ യുവർ ഐസ്. നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണണം നിനക്ക് എന്നോടുള്ള അടങ്ങാത്ത പ്രണയം. നിന്റെ കണ്ണുകളിലേക്ക് നോക്കി വേണം നിന്റെ ഉള്ളറയിലേക്ക് ആഴ്ന്നിറങ്ങാൻ. പ്ലീസ് അപ്പു, കണ്ണു തുറക്ക്. അവൻ്റെ പ്രണയത്തോടെയുള്ള സംസാരം കേൾക്കെ അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുറുത്തു. എന്നിട്ടും അവൾ കണ്ണു തുറന്നില്ല. അത് കാണി അവൻ്റെ ചുണ്ടിലും കുസൃതി നിറഞ്ഞു. അവളുടെ സാരി വലിച്ചു മാറ്റി ബ്ലൗസിൻ്റെ ഹുക്കുകൾ അഴിച്ച് അവളുടെ മാറിടങ്ങൾ കടിച്ചു നുണഞ്ഞിരുന്നു അവൻ. ജിത്തേട്ടാ, അപ്പു ഒന്ന് കുറുകിക്കൊണ്ട് അവനെ വിളിച്ചു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. എത്ര നുണഞ്ഞിട്ടും മതി വരാത്ത പോലെ. എന്നാൽ അപ്പുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളുടെ മാറിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളെ അതരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. മേൽചുണ്ടും കീഴ്ചുണ്ടും നുണഞ്ഞുകൊണ്ടേയിരുന്നു. പൂവിൽ നിന്നും വണ്ട് തേൻ കുടിക്കുന്ന ലാഘവത്തോടെ അവളുടെ അതരങ്ങൾ കടിച്ചു നുണഞ്ഞിരുന്നത്. അവൻ്റെ കൈകൾ അവളുടെ ഇരുമാറിനെയും ഞെരിച്ചുടച്ചു. ജിത്തേട്ടാ, അവനെ വിളിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. ചുണ്ടിൽ നിന്ന് അവൻ താഴോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അവളുടെ പഞ്ഞിക്കെട്ട് പോലെയുള്ള വയറിലെത്തി നിന്നതും അവൻ കൊതിയോടെ അവളെ ഒന്ന് നോക്കി നിന്നു. അടുത്ത നിമിഷം അവളുടെ നാഭിച്ചുഴിയിലേക്ക് അവൻ്റെ നാവിനെ കുത്തിയിറക്കിയിരുന്നു. ഒന്ന് ചുഴറ്റി വലിച്ചു. അതിനിടയിൽ അവളുടെയും അവൻ്റെയും ഡ്രസ്സുകൾ അഴിച്ചു മാറ്റി. അവിടെ നിന്നും താഴേക്ക് അവൻ്റെ ചുണ്ടും നാവും ഒരുപോലെ സഞ്ചാരപാത തീർത്തിരുന്നു. അവൾ നാണത്താൽ ഒന്ന് ചുവന്നു. അത് കണ്ട് അവളൊന്ന് പിടഞ്ഞുപോയി. ജിത്തേട്ടാ, വേണ്ട. എനിക്ക് വേണം പെണ്ണെ, നിന്നെ മൊത്തമായിട്ടും. നിന്റെ ഓരോ അണുവിലും എൻ്റെ ചുണ്ടും നാവും രുചിച്ചറിയണം. പ്രണയത്തോടെ അവളോടായി അവൻ പറഞ്ഞു. അത് താങ്ങാൻ കഴിയാതെ ബെഡിലേക്ക് അമർന്നു കിടന്നിരുന്നു അവൾ. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ്റെ ചുണ്ടും നാവും തലോടിക്കൊണ്ട് അവളെന്ന പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവളെന്ന പെണ്ണിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിയിരുന്നു. ജിത്തേട്ടാ, വേദനയാൽ വിളിച്ചു പുലമ്പി അവൾ. അവളുടെ കണ്ണുനീരിനെ പോലും അവൻ നുണഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു. അവൻ്റെ തീവ്രമായ പ്രണയം മുഴുവൻ അവളുടെ ഉള്ളറയിലേക്ക് പകർന്നു നൽകിയിരുന്നു അവൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ വേദന മാറി അവിടെ മറ്റു പല വികാരങ്ങളും വന്നു മൂടിയിരുന്നു. ഒരുപാട് സമയങ്ങൾക്ക് ശേഷം തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് തന്നെ ചാഞ്ഞിരുന്നു അവൻ. ഇവിടെ തുടങ്ങുമായിരുന്നു ഇവരുടെ പ്രണയം. ഇരുവരും ഇനിയുള്ള കാലം പ്രണയത്തോടെ സന്തോഷത്തോടെ ഒരുപാട് വർഷം ജീവിക്കട്ടെ.